ഹായ് ഓൾ, എല്ലാവർക്കും അമേൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞ് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പിലോട്ട് പോകാം. സാധാരണയായിട്ട് നമ്മൾ മിനറൽ വാട്ടറൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ബോട്ടിൽ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നല്ല കവറുകൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ കവർ ഇട്ട് വെക്കാനുള്ള ഒരു ഓർഗനൈസറാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ ബോട്ടിലിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിത് ആദ്യം നെക്ക് പോർഷനാണ് ഇതുപോലെ കത്തിയൊന്ന് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഒരേ ലെവലിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ബോട്ടിലിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു പീസ് നമുക്ക് ബാക്ക് വശത്ത് നിന്നും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഞാൻ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വശവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പപ്പടക്കോലൊന്ന് ചൂടാക്കിയതിന് ശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ഒരു കുഞ്ഞ് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഹാങ് ചെയ്ത് വെക്കാനാണ്. ഈ രണ്ട് ഹോളും കുഞ്ഞു ഹോളായിരിക്കണേ. ഇനി നമുക്ക് ആ ഒരു ഹോളിനുള്ളിലൂടെ നൂലൊന്ന് കോർത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നൂലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കോട്ടൺ തുണിയിൽ നിന്ന് ചെറിയൊരു പീസാണ് കേട്ടോ കീറിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തുണിയുടെ കഷ്ണമായതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കോർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഞാനിതാ പുറത്ത് നിന്ന് ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് കോർത്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു ബോട്ടിലിൻ്റെ പുറമെ നിന്നാണ് ഞാൻ ആ നൂല് ഉള്ളിലേക്ക് കോർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഉള്ളിൽ വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അഡ്ജ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ 2 3 കെട്ടൊക്കെ കെട്ടി കൊടുക്കേണ്ടി വരും. കെട്ടിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ആ ഒരു ഹോളിലൂടെ നൂല് പുറത്തേക്ക് പോരരുത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എനിക്ക് ഇത് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പുറത്തു നിന്ന് ഉള്ളിലേക്ക് എന്നുള്ള രീതിയിൽ കോർത്തെടുത്തതിന് ശേഷം ആ ഒരു എഡ്ജും ഇതുപോലെ ടൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ 5 പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലൻ ഓർഗനൈസറൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നല്ല കവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കവർ ഞാനിതാ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൂക്കി പിടിക്കുന്ന ഒരു വശമുണ്ടല്ലോ, കൈ വരുന്നത്, അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ കവറും ആ തൂക്കി പിടിക്കുന്ന ഭാഗം ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന രീതിയിൽ വേണം ആ ഒരു ബോട്ടിലേക്ക് കവർ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് എത്ര കവർ, നല്ല നല്ല കവറുകൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും തൂക്കിയിടുകയാണെങ്കിൽ നമ്മൾ കവർ തിരഞ്ഞ് നടക്കുക, അതല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. മാത്രമല്ല കുറച്ചെങ്കിലും കവറിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൽ ഏകദേശം ഇപ്പോൾ ഒരു 5-6 കവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഫില്ലായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കവറുകൾ മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ്. അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു കവർ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബോട്ടിൽ ഏകദേശം ഫില്ലായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ചെറിയൊരു ഓർഗനൈസർ ആണെങ്കിൽ കൂടി ഒത്തിരി കവർ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഈ ഒരു ആണിയിൽ ഇത് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കവറൊക്കെ വേണ്ട സമയത്ത് തിരഞ്ഞൊന്നും നടക്കാതെ ഇതുപോലെ നമ്മളൊരു ഭാഗത്ത് തൂക്കിയിടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ കൈവശം മുന്നിലേക്ക് തള്ളുന്ന രീതിയിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം. ഞാൻ ഒരുപാട് നാളായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് അല്പം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് ലിക്വിഡ് മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല ഒരു ക്ലീനിങ് ടിപ്സാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിലുള്ള ക്ലീനിങ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ള ഇതാ ഒരു ഹാഫ് ലെമണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വാടി പോയിട്ടുള്ളൊരു നാരങ്ങയാണ് കേട്ടോ. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് ആ ഹാഫ് ലെമണ് ആ ഒരു സൊല്യൂഷനിൽ ആ ഒരു പേസ്റ്റിൽ ഞാനൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ റൗണ്ടിലൊന്ന് ഒടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു നാരങ്ങയുടെ തൊണ്ട് മാത്രം ഇതുപോലെ പിടിച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല പോലെ ക്ലീനായിട്ട് കിട്ടും. നമ്മൾ ഒരു ദിവസം ഒത്തിരി തവണ ക്ലീൻ ചെയ്യുന്നൊരു ഭാഗം തന്നെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്. കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തികേടാവും. അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ കറയൊക്കെ പിടിച്ച് വൃത്തികേടാവാറുണ്ട്. അതൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒത്തിരി സ്ട്രെസ്സൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ആ ഒരു പ്ലേറ്റിലൊക്കെ ഉള്ള അഴുക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു വശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, രണ്ട് വശത്തായിട്ട് ഇതുപോലെ ഒരു കറുപ്പ് കറ പിടിച്ച് കാണുന്നുണ്ട്. ഇനി ആ ഒരു വശമാണ് ഞാൻ ഈ ഒരു തൊണ്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് വിരലുകൾ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് ഒടിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടോ, ആ ഒരു വശത്തുണ്ടായിരുന്ന ആ ഒരു കറുപ്പ് കറയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എനിക്ക് നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സ്ട്രെസ് ചെയ്യുകയോ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്കതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തുള്ള കറയൊക്കെ എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഈ ഒരു നാരങ്ങ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനിയും ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വശവും ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി നല്ല പോലെ നനച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തുണി വെച്ചിട്ട് 2 പ്രാവശ്യമാണ് തുടച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഗ്യാസൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇവിടെയായിട്ട് നാരങ്ങയുടെ കുഞ്ഞു കുഞ്ഞു അല്ലികളുണ്ട്. അത് നമ്മൾ വീണ്ടും തുടച്ചെടുക്കുമ്പോൾ പോവും. അതല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷം ഡ്രൈ ആയി കഴിഞ്ഞാൽ കൈ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ പോയി കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതാ ഉണങ്ങിയൊരു തുണി വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പ് മുഴുവനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിൽ ഉണ്ടായിരുന്ന കറിയൊക്കെ നല്ല പോലെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ആദ്യം റെഡിയാക്കി എടുത്ത അതേ പേസ്റ്റാണുള്ളത്, അതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഗ്യാസൊക്കെ വെക്കുന്നതിൻ്റെ പുറകുവശത്തെ ടൈല് അതുപോലെ തന്നെ സിങ്കൊക്കെ ക്ലീനാക്കി കൊടുക്കാൻ പറ്റും. ഗ്യാസ് സ്റ്റവിൻ്റെ പോലെയല്ല, അതിനേക്കാൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ പുറകുവശത്ത് നമ്മൾ വെച്ചിട്ടുള്ള ടൈലൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തികേടാവും, എണ്ണമയമൊക്കെ ഉണ്ടാവും. അത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കഴുകി എടുക്കാനായിട്ട്. അപ്പോൾ അതൊത്തിരി നമ്മൾ റിസ്ക് എടുക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ ടൈൽ. ഇതൊരു നല്ലൊരു വെള്ളയല്ല, എന്നാലും നിങ്ങൾക്ക് ഇതിൽ അഴുക്കൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ആണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. എന്നിട്ട് ഞാനൊരു നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത നാരങ്ങയുടെ തൊണ്ടില്ലേ, അതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷനിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കുകയാണ്. ഞാൻ ആ സൊല്യൂഷനിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ദാ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണമയവും അതുപോലെ ആ പൊടി ഒക്കെ തെറിച്ചിട്ടുള്ള ആ ഒരു ചെളി ഉണ്ടല്ലോ, അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നതായിട്ട്. അതിന് ശേഷം ഞാനൊരു തുണി നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വശം എനിക്ക് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഞാനൊരു വശം നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്ലീൻ ചെയ്ത ടൈലും ക്ലീൻ ചെയ്യാത്ത ടൈലും തമ്മിലുള്ള മാറ്റം. ഇനി ഞാൻ ഇപ്പുറത്തുള്ള ടൈലും ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ടൈലിനേക്കാളും എനിക്ക് ഈ ഒരു ടൈലിലാണ് അഴുക്കുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, വളരെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ നീങ്ങി കിട്ടുന്നുണ്ട്. ഇനി ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കർപ്പൂരമൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുമ്പോഴായാലും അതല്ലെങ്കിൽ ഈ ഒരു വശം ക്ലീൻ ചെയ്യുന്ന സമയത്തായാലും നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഈച്ചകളും അതുപോലെ തന്നെ ഉറുമ്പുകളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.
താങ്ക്സ് ഫോർ വാച്ചിങ്.